ഹലോ ഗൈസ്, PSC അക്കാദമി എന്ന മലയാള യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ബ്രഹ്മസമാജം എന്ന ടോപ്പിക്കിൽ നിന്നും PSCക്ക് വരാൻ സാധ്യതയുള്ള 28 ചോദ്യോത്തരങ്ങളാണ്. ഇത് ഒരു കഥ രൂപത്തിലല്ല, നേരിട്ട് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അവയുടെ കൃത്യമായ ഉത്തരങ്ങളുമാണ് നിങ്ങൾക്ക് ഇവിടെ നൽകുന്നത്. അതിനാൽ വീഡിയോ മുഴുവൻ ശ്രദ്ധയോടെ കാണുക, കാരണം ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് എക്സാമിന് വളരെ സഹായകമാകും. അപ്പോൾ നമുക്ക് ചോദ്യോത്തരത്തിലേക്ക് കടക്കാം. ബ്രഹ്മസമാജ സ്ഥാപകൻ. ഉത്തരം രാജാറാം മോഹൻ റായ്. രാജാറാം മോഹൻ റായ് ബ്രഹ്മസമാജം സ്ഥാപിച്ച വർഷം 1828 ആഗസ്റ്റ് 20. ബ്രഹ്മസമാജം ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന പേര് ബ്രഹ്മസഭ. ബ്രഹ്മസമാജ് എന്ന് പുനഃനാമകരണം ചെയ്തത് 1830. ബ്രഹ്മസമാജം 1866 രണ്ടായി തിരിഞ്ഞു. ആദി ബ്രഹ്മസമാജ് എന്നും ഭാരതീയ ബ്രഹ്മസമാജ് എന്നും. ആദി ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ദേവേന്ദ്രനാഥ ടാഗോറാണ്. ഭാരതീയ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് കേശവചന്ദ്ര സെൻ. സാധാരണ ബ്രഹ്മസമാജത്തിന് 1878 നേതൃത്വം നൽകിയത് ആനന്ദമോഹൻ ബോസും ശിവനാരായണൻ ശാസ്ത്രിയും. കേരളത്തിൽ ബ്രഹ്മസമാജത്തിന്റെ പ്രചാരണത്തിന് നേതൃത്വം നൽകിയത് അയ്യത്താൻ ഗോപാലൻ. രാജാറാം മോഹൻ റായ് രാജ എന്ന ബഹുമതി നൽകിയ മുഗൾ രാജാവ് അക്ബർ രണ്ടാമൻ. ഇന്ത്യയിലെ ആധുനിക യുഗത്തിന്റെ സ്ഥാപകൻ എന്ന് രാജാറാം മോഹൻ റായെ വിശേഷിപ്പിച്ച വ്യക്തി രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യൻ പുനരുദ്ധാരണത്തിന്റെ അപ്പോസ്തലവൻ എന്ന് രാജാറാം മോഹൻ റായെ വിശേഷിപ്പിച്ച വ്യക്തി സുഭാഷ് ചന്ദ്രബോസ്. രാജാറാം മോഹൻ റായ് ആത്മീയ സഭ സ്ഥാപിച്ചത് 1815. ഡേവിഡ് ഹരയുമായി ചേർന്ന് രാജാറാം മോഹൻ റായ് കൊൽക്കത്തയിൽ ഹിന്ദു കോളേജ് സ്ഥാപിച്ച വർഷം 1817. രാജാറാം മോഹൻ റായ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം സംവാദ് കൗമുദി. രാജാറാം മോഹൻ റായ് പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രം മിറാത്ത ഉൽ അക്ബർ. രാജാറാം മോഹൻ റായ് ആരംഭിച്ച പ്രസിദ്ധീകരണം ബഗ്തൂർ. രാജാറാം മോഹൻ റായ് വേദാന്ത കോളേജ് സ്ഥാപിച്ച വർഷം 1825 കൊൽക്കത്ത. ബ്രഹ്മസമാജം രാജാറാം മോഹൻ റായിയുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ച വർഷം 1828 ആഗസ്റ്റ് 20. ഇന്ത്യയുടെ ആദ്യത്തെ മിഷണറി സ്കൂൾ രാജാറാം മോഹൻ റായ് സ്ഥാപിച്ച വർഷം 1830. രാജാറാം മോഹൻ റായിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി ദേവേന്ദ്രനാഥ ടാഗോർ ആരംഭിച്ച സംഘടന തത്വബോധിനി സഭ. രാജാറാം മോഹൻ റായിയുടെ ശ്രമഫലമായി വില്യം ബെറ്റിക് പ്രഭു സതി നിർത്തലാക്കിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത് 1829 ഡിസംബർ 4. രാജാറാം മോഹൻ റായിയുടെ അന്ത്യവിശ്രമ സ്ഥലം അർണോസ് വാലോ ശ്മശാനം. രാജാറാം മോഹൻ റായിയുടെ പ്രധാന പുസ്തകങ്ങൾ ജീസസിന്റെ കൽപ്പനകൾ, വേദാന്ത ഗ്രന്ഥം. രാജാറാം മോഹൻ റായിയുടെ ജീവചരിത്രകാരൻ മേരി കാർപെൻറ്റർ. തൻ്റെ ആശയങ്ങൾക്കുള്ള പ്രചാരണാർത്ഥം രാജാറാം മോഹൻ റായ് വില്യം ആഡത്തിനോടൊപ്പം സ്ഥാപിച്ച സംഘടന കൽക്കട്ട യൂണിയറ്റ് അസോസിയേഷൻ. ബ്രഹ്മസമാജത്തിന്റെ പ്രവർത്തനങ്ങളെ എതിർത്തുകൊണ്ട് ധർമ്മസഭ എന്ന സംഘടന സ്ഥാപിച്ചത് രാധാകാന്ത് ബേദ്. ഇതുവരെ നമ്മൾ ബ്രഹ്മസമാജം എന്ന ടോപ്പിക്കിൽ നിന്ന് PSC പരീക്ഷയ്ക്ക് പ്രധാന 28 ചോദ്യങ്ങൾ പരിശോധിച്ചു. സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിലെ ഈ ഭാഗങ്ങൾ കൂടുതൽ വിശദമായതിനാലാണ് ഈ വീഡിയോ ലോങ് ഫോർമാറ്റിൽ അവതരിപ്പിച്ചത്. എന്നാൽ ഇതുപോലെ തന്നെയുള്ള മറ്റ് ടോപ്പിക്കുകൾ, അതായത് തത്വബോധിനി സഭ, പ്രാർത്ഥനാ സമാജം, വേദസമാജം തുടങ്ങിയ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഷോർട്ട് വീഡിയോ രൂപത്തിൽ തന്നെ നിങ്ങൾക്ക് എത്തിക്കുമെന്ന് അറിയിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് PSC പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഏതെങ്കിലും ടോപ്പിക്കുകൾ അല്ലെങ്കിൽ ചോദ്യോത്തരങ്ങൾ അറിയണമെങ്കിൽ അത് കമൻ്റായി രേഖപ്പെടുത്താം. നിങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് അടുത്ത വീഡിയോകൾ തയ്യാറാക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി പിന്നെ വരാം.